എൻ്റെ പേര് ബീന. ഞാൻ തലശ്ശേരി അതിരൂപത്തിലെ ദേവമാതാ ചർച്ച് പൈസക്കരി നിന്ന് വരുന്നു. ജോലിയും ജീവിതവുമായിട്ട് ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 31 ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞങ്ങളിവിടെ അന്നത്തെ വെക്കേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരാഴ്ച ധ്യാനം കൂടണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൃപാസനം എന്ന് എഴുതി വന്നു. എന്നാൽ ഒരിക്കലും ഞങ്ങൾ കൃപാസനത്തിനെ പറ്റിയോ കൃപാസനത്തിൽ പോകുന്നതിനെ പറ്റിയോ ഇതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ എഴുതി വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായി. ആ എഴുത്ത് നമ്മുടെ ഉടമ്പടി പത്രത്തിൻ്റെ കൃപാസനം എന്നെഴുതിയിരിക്കുന്ന അതേ റൈറ്റിങ് പച്ചയും അതുപോലെ നീലയും കലർന്ന ഒരു മഷിയിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും ഹസ്ബൻഡിനോട് സംസാരിച്ചില്ല. അപ്പോൾ തന്നെ അത് ഞങ്ങൾ ആ ഡിസ്കഷൻ നിർത്തിവെച്ചു. ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം മുതൽ ഞാൻ കൃപാസനം എന്താണെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ കയറി തപ്പി നോക്കാൻ തുടങ്ങി. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോസഫച്ചൻ്റെ ധ്യാനമാണ് കണ്ടത്. ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ജോസഫച്ചൻ്റെ ധ്യാനം ഒട്ടും ഒരു ഇൻട്രസ്റ്റായി തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു കോറിലേഷൻ ഇല്ലാതെ അച്ഛൻ സംസാരിക്കുന്ന പോലെ തോന്നി. ഞാനത് നിർത്തിവെച്ച് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യം കേട്ടപ്പോൾ അതും എനിക്ക് എന്തോ ഒരു പെയ്ഡ് സാക്ഷ്യം പറയുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താണ്, ഇവിടെയാണ് പോകണ്ടേ. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്തായാലും മാതാവ് സാക്ഷ്യപ്പെടുത്തിയ ഇവിടെ അത്ഭുതം നടന്നിരിക്കുന്ന ഒരു പള്ളിയാണ്, അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് 2-3 ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നത്തെ വെക്കേഷൻ ഞങ്ങൾ വന്ന് തിരിച്ചു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടിയെ പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിൽ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിലായിരുന്നു. അവർ ഞങ്ങളോട് ഉടമ്പടിയെ പറ്റി എല്ലാം വിവരിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ കൊള്ളാമെന്നായി. അന്ന് ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു. തിരിച്ചു പോയപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു എനർജി തോന്നി തുടങ്ങി. ഭയങ്കര ഒരു ഉന്മേഷം, ഒരു ധൈര്യം ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് 4 ദിവസത്തിന് ശേഷം അബുദാബിക്ക് പോയി. അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ജോസഫച്ചൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. എനിക്കതൊരു ഭയങ്കര ആവേശമായിരുന്നു. രാത്രിയിലൊക്കെ എണീറ്റ് 3 മണിയും 4 മണിക്കൊക്കെ ഞാനിരുന്ന് ജോസഫച്ചൻ്റെ ധ്യാനം കൂടും. എല്ലാ പഴയ ധ്യാനങ്ങളും കൂടും. അതുപോലെ വിജയകുമാർ സാറിൻ്റെ ധ്യാനങ്ങൾ എപ്പം എതിലേ പോയാലും ഞാനിങ്ങനെ കേൾക്കുക. എനിക്കത് ഭയങ്കര ആവേശവും എന്തോ ഒരു ഭയങ്കര ഉന്മേഷവും തോന്നി തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടുന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഒരു നടുവേദന ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമല്ല. വെക്കാതിരുന്നത് ഞാൻ മറന്നുപോയത് കൊണ്ടാണോ എന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ ബെൽറ്റ് കെട്ടി 15 വർഷമായിട്ട് എനിക്ക് നടുവേദനയുള്ള രോഗിയാണ്. എൻ്റെ സിയാറ്റി കംപ്രഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയും വിരളും ഒക്കെ എപ്പോഴും മരപ്പും വേദനയും ഒക്കെയാണ്. നടുവുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ മേല. യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് ബെൽറ്റ് കെട്ടണം. ജോലിക്ക് പോകുമ്പം ബെൽറ്റ് കെട്ടണം. അങ്ങനെയാണ് ഞാൻ ഒരു 15 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കുന്നുമലയുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് കയറാൻ പറ്റില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിന് മുമ്പിലത്തെ വർഷം വെക്കേഷൻ വന്നപ്പോൾ 15 ദിവസം ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്ന് ബോഡി മുഴുവൻ ഫുൾ മസാജ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. കൂടുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ ആ കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ വെച്ചില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ ബെൽറ്റും കെട്ടിയാണ് വന്നത്. പക്ഷെ തിരിച്ചു പോയപ്പോൾ ഞാൻ ഹോം സ്റ്റേയിൽ ചെന്ന് ബെൽറ്റ് ഊരി വെച്ചു. ഞാൻ ആ കാര്യം മറന്നേ. ഇപ്പോഴും എനിക്കത് ഓർമ്മയിൽ വരുന്നില്ല. ഞാനത് ബാഗിൽ ഊരി വെച്ചു. അബുദാബിയിൽ വരെ ആ ബെൽറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്നും കെട്ടിയില്ല. ഞാൻ ആ കാര്യവും മറന്നുപോയി. അങ്ങനെ അവിടെ ചെന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ നടുവേദന പോയി എന്ന്. അതും എനിക്ക് മനസ്സിലായി. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൊരു ഷോക്ക് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനോർത്ത് എനിക്കെന്തോ ഒരു അസ്വസ്ഥത വരുന്നുണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എനിക്ക് നടുവേദന ഇല്ലയെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. അതോടുകൂടി എനിക്കൊരു ചെവി വേദന ഉണ്ടായിരുന്നു. എൻ്റെ ചെവി ഭയങ്കര സെൻസിറ്റീവായിരുന്നു. ഞാൻ ഒരുപാട് കാലമായി ഞാൻ ഈ ഇയർഫോൺ ചെവിയിൽ ഉപയോഗിക്കും. ഞാൻ ബൈബിൾ വചനങ്ങളും ഡാനിയേൽ അച്ഛൻ്റെയും ഡൊമിനിക് അച്ഛൻ്റെയും ഒക്കെ സാക്ഷ്യം ഇതൊക്കെ പ്രയറുകളൊക്കെ കൂടുമായിരുന്നു. അങ്ങനെ എൻ്റെ ചെവിക്ക് ഭയങ്കര സെൻസിറ്റീവായി. പിന്നെ ENT ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഒരു വൈബ്രേഷനുള്ള സൗണ്ടുകളും ചെവി വെക്കാൻ പാടില്ല, ചെവി ഭയങ്കര സെൻസിറ്റീവാണ്. അങ്ങനെ ഞാൻ ഫോണൊക്കെ ഫ്രണ്ടിൽ വെച്ച് മാത്രം ഉപയോഗിക്കുള്ളായിരുന്നു.
അങ്ങനെ ആ ഒരു കാര്യവും എനിക്ക് ഈ അന്ന് തന്നെ സുഖപ്പെട്ടു. ഇപ്പോൾ എത്ര മണിക്കൂർ ഇയർഫോൺ എൻ്റെ ചെവിയിൽ വെച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതുപോലെ എൻ്റെ വലത് കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു പൊക്കുമ്പോൾ, അതും അന്ന് തന്നെ ആ 3 കാര്യങ്ങളും ഒരു ദിവസം തന്നെ സുഖപ്പെട്ടു. ഇന്ന് ഞാൻ ഒരു 10 മാസമായി എനിക്കിത് 3 അസ്വസ്ഥതയും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമാണ്, ഞങ്ങളുടെ സൈറ്റിലൂടെ ഞങ്ങളുടെ വീടിൻ്റെ വസ്തുവിൽ കൂടെ ഒരു റോഡുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ വെട്ടിക്കൊടുത്ത റോഡാണ് അത്. ഞങ്ങൾ വീട് പണി സംബന്ധമായി ഞങ്ങളതൊന്ന് മാറ്റി പണിതു. പക്ഷേ അവർക്കത് അതിലേ പോകുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതിലൊരു വീട്ടുകാർ കേസ് കൊടുത്തു. സിവിൽ കേസായിട്ട് കുറേ വർഷങ്ങളായി നടക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുവാനോ അതൊന്നും നടത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞങ്ങളത് ഉടമ്പടിയിൽ വെച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ വക്കീൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കേസെല്ലാം തീർന്നു, നിങ്ങൾ അതിനകത്ത് ജയിച്ചിട്ടുണ്ട്, ഞങ്ങളത് അയച്ചു തരാമെന്ന്. ഞങ്ങൾ ശരിക്കും അറിഞ്ഞു പോലുമില്ല. മാതാവ് അവിടെ ഒരു ഭയങ്കര അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അത് വിൽക്കാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലീഗലി കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതൊരു കേസിൽപ്പെട്ട സ്ഥലമാണെന്ന് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്. അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും പേടി തോന്നിയില്ല, ഒരു ശകലം പോലും പേടില്ല. മാതാവ് അതൊരു സാക്ഷ്യമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കൂടെ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്, ആരോ എന്നോട് പറഞ്ഞു തരുന്ന പോലെ 104 സൈറ്റ് നമ്പർ 2500 സ്ക്വയർ ഫീറ്റ് റുപ്പീസിന് ഓഗസ്റ്റ് മാസത്തിൽ രജിസ്ട്രേഷൻ നടക്കുന്നു. ഞാനത് പെട്ടെന്ന് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. അതൊരു മെയ് മാസത്തിലാണ് എനിക്കിങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ജൂലൈ അവസാനമായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് അവിടെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഈ സൈറ്റ് വിൽക്കുന്നുണ്ടോ, എത്രയാണ് റേറ്റ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു 2500 എന്ന് പറയണം. അതാണ് എനിക്ക് മാതാവ് പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാമല്ലോ, ഓഗസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി രജിസ്ട്രേഷനും നടന്നു. ഈ സെയിം റേറ്റിൽ മാതാവ് പറഞ്ഞ പോലെ തന്നെ അത് നടന്നു. അതുപോലെ തന്നെ ആ രജിസ്ട്രേഷൻ, മദർ ഡീഡ്സ്, അങ്ങനെ ഒരു കാര്യങ്ങളും ആ സ്ഥലത്തിൻ്റെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഞങ്ങളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇതൊന്നും കൂടാതെ ഈ രജിസ്ട്രേഷൻ സ്വീകരിച്ച ആൾ ഇതൊന്നും കൂടാതെ അതൊരു സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് രജിസ്ട്രേഷൻ ചെയ്ത് വീട്ടിൽ ഞങ്ങൾ വരുമ്പോഴാണ് അവിടുന്ന് ഞങ്ങളോട് വ്യക്തികൾ ഫോൺ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ സൈറ്റിൽ കൂടെ ഒരു 6 ലൈൻ പാത പോകുന്നുണ്ട്, അതിനുവേണ്ടി സ്ഥലം അളന്നു പോയതാണ്. അവരത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ അബുദാബിയിലായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പം വിറ്റത് നന്നായി, അല്ലെങ്കിൽ ഇനി ഇത് ആരും മേടിക്കില്ലായിരുന്നു എന്ന്. അപ്പോഴാണ് ഞാൻ ആ മാതാവിൻ്റെ ആ പ്രത്യേക സാന്നിധ്യം എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിയോഗത്തിൽ വെക്കാത്തതാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്, അവളുടെ ഡെലിവറി കഴിഞ്ഞ് സിസേറിയനായിരുന്നു. 2 മാസത്തിന് ശേഷം അവൾക്ക് ഒരു തൈറോയിഡ് ട്യൂമറുണ്ടായി. പെട്ടെന്ന് അവർ പോയി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറയുകയാണ് FNAC ചെയ്യണം. FNAC ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അത് തൈറോയിഡ് ക്യാൻസർ 30% എന്നാണ് കാണിച്ചത്. അവൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നവളാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി പത്രം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും മാത്രമാണ് കൊടുത്തിരുന്നത്. പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഇവക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് പെട്ടെന്ന് എന്നെ ഓർത്തു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുമെന്ന് വിചാരിച്ച് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ, ഉടമ്പടി തൈലം പുരട്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ, എനിക്കിങ്ങനെ ഒരു അസുഖമാണെന്ന്. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിലോട്ട് വാ. അപ്പോൾ ഇവൾ ഓടി വന്നു. ഞാൻ ജസ്റ്റ് ഉടമ്പടി കാശുരൂപം ഈ ട്യൂമറിൽ വെച്ചു, തൈലവും പുരട്ടി വിശ്വാസപ്രമാണവും ചൊല്ലി, ഒരു സ്വർഗസ്ഥനായും ഒരു നന്മ നിറഞ്ഞവരും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അവൾ തിരിച്ചും പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇതുവരെ ഒരു ദിവസം മാത്രമാണ് എൻ്റെ ഓർമ്മയും ഞാൻ മുടങ്ങിയത്. അല്ലെങ്കിൽ അന്ന് തന്നെ എനിക്ക് ഈ ഉടമ്പടി ധ്യാനം കൂടണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. കൂടുതലും ഞാൻ ആ ലൈവായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാനത് കാണും. അന്ന് ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞു. എനിക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു ഡ്യൂട്ടി.
ഞാൻ പെട്ടെന്ന് ധ്യാനം കഴിഞ്ഞ പാടെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് അവളുടെ വീട്ടിൽ പോയി അവളൊക്കെ ഒന്ന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി വരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, എടി ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, കുഴപ്പമില്ല പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ പ്രാർത്ഥിച്ചു. ആ ട്യൂമറിന് ഒരു നാരങ്ങയുടെ വലിപ്പമുണ്ട്. ഞാൻ ആ ട്യൂമറിലാണ് ഈ മാതാവിൻ്റെ ഉടമ്പടിക്കാശുരം വെക്കുന്നത്. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അന്ന് പോന്നു. പിറ്റേ ദിവസം ഞാൻ പോയില്ല. അതിന് 3-ാമത്തെ ദിവസം വീണ്ടും ഞാൻ ചെന്നു. എനിക്ക് തോന്നുകയാണ് ആ മകളോട് പോയി പ്രാർത്ഥിക്കുക. അവിടെ പോയി ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ട്യൂമർ കാണാനില്ല. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. ഞാനിവളോട് ചോദിച്ചോടി ട്യൂമർ ഇല്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇന്ന് 3-ാമത്തെ ആളാണ് ഈ ട്യൂമർ ഇല്ല എന്ന് പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മാതാവ് ഇടപെട്ടിട്ടുണ്ട്, നീ ഡോക്ടറിനെ പോയി കാണണം. ഒരു ഓൺകോളജി ഡോക്ടറിനെ അവൾ കാണുന്നത്. അപ്പോൾ ഇവർ പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഇതിന് ഓൾറെഡി ടെസ്റ്റ് റിപ്പോർട്ട് വന്നതാണ്, ഇനി ഒരു സംശയമില്ല, ഇമ്മീഡിയറ്റ്ലി സർജറി പറഞ്ഞതാണ്, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞു. പിന്നെ അവർ അഡ്മിറ്റായി സർജറി ചെയ്തു. സർജറി ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ട്യൂമർ ഇല്ല, ഒരു ചെറിയ നോഡ് മാത്രമാണുള്ളത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഇത് ഇത്രയും നമുക്ക് റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് പകുതി റിമൂവ് ചെയ്യണം. അങ്ങനെ ഹാഫ് തൈറോയ്ഡ് റിമൂവ് ചെയ്തു, ബയോപ്സിക്ക് വിട്ടു. റിപ്പോർട്ട് വന്നിരിക്കുകയാണ് തൈറോയ്ഡൈറ്റിസ് എന്ന് മാത്രം. ആ 2 റിപ്പോർട്ടും എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ. ഞങ്ങളൊരു പ്രാവശ്യം ഒരു മരുഭൂമി യാത്രയ്ക്ക് പോയി, വഴിതെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ മുമ്പേ പോയിരുന്നു. ഞങ്ങൾക്ക് അവരുടെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരവും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ജൗമാല ജലി തന്നെയാണ് പോകുന്നത് ഞങ്ങളുടെ കുടുംബം. ഒരു 2-2.5 കിലോമീറ്ററോളം ഞങ്ങൾ ഇവരെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. രാത്രിയായി. അവിടെ രാത്രിയാകുമ്പോൾ ഫുൾ ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല മരുഭൂമിയിൽ. അവിടെ ഒരു ലേക്കുണ്ട്, അവിടെയാണ് സാധാരണ പോകുന്നത്. അവിടെ ഒരു ടെൻ്റൊക്കെ കെട്ടി ഒരു ദിവസം നൈറ്റ് സ്റ്റേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നേരത്തെ പോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവരെ വിട്ട് കണ്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥന ചൊല്ലിപ്പോയി. ഒരിടത്ത് ഒരു വണ്ടി പാർക്കിങ്ങിൻ്റെ ഒരു പ്ലേസ് കണ്ടു. ആ പ്ലേസിൽ ഞങ്ങൾ വണ്ടി ഇട്ടു. ഇവരെ ഫോൺ വിളിച്ചപ്പോൾ അവർ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവരങ്ങോട്ട് വന്നിരിക്കുകയാണ്. നോക്കുമ്പം അവരുടെ വണ്ടിയാണ് ഞങ്ങളുടെ വണ്ടിയുടെ നെക്സ്റ്റ് കിടക്കുന്നത്. ഞങ്ങൾക്ക് അത്ഭുതമായി പോയി. ഒരു 2.5 കിലോമീറ്റർ ഞങ്ങൾ ഇവരെ സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇവരുടെ വണ്ടിയുടെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ച പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതുപോലെ ഒരു പാൽസ് എക്സാം, അതായത് ഒരു പീഡിയാട്രിക് ലൈസൻസിങ് എക്സാമാണ് നേഴ്സിങ്ങിൻ്റെ. അത് എനിക്ക് പീഡിയാട്രിക് എക്സ്പീരിയൻസ് അല്ല. ഞാനൊരു 25 വർഷമായിട്ട് അഡൽട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പീഡിയാട്രിക് ഡോക്ടർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു നേഴ്സിന് പീഡിയാട്രിക് ലൈസൻസ് വേണം. അങ്ങനെ വന്നപ്പം അവിടുത്തെ DOH എൻ്റെ ഫയലാണ് എടുത്തുകൊണ്ട് പോയത്. പിന്നെ എന്നോട് ഈ ലൈസൻസ് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. വീണ്ടും ഞാൻ ഓർത്ത്, ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ പരീക്ഷ എഴുതാൻ പോകാമെന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയി. 2 ദിവസത്തെ ക്ലാസ്സാണ്. അന്ന് വൈകുന്നേരമാണ് എക്സാം എഴുതാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾക്ക് ബുക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇമെയിലിൽ വരും. എനിക്ക് ആ സാധനം വന്നിട്ടില്ല. അപ്പോഴത്തേന് ഇവരെന്നെ വഴക്ക് പറഞ്ഞു, എക്സാം എഴുതാൻ പറ്റത്തില്ല, തിരിച്ചു പോകണം. അപ്പോൾ അതിനൊരു നല്ല ചിലവുള്ള ഒരു ഇതാണ്. അവിടുത്തെ ഒരു 3000 ദർഹംസ് ആണ് ഇതിൻ്റെ ഫീസ്. അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകാർ തന്നെ പേ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഫൈനൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്നു. അപ്പോൾ തന്നെ ഞാൻ ധൈര്യമായിട്ട്, എനിക്ക് നല്ല ധൈര്യം തോന്നി. ഞാൻ മാതാവിൻ്റെ കാശുരവും കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ മാതാവുമായിട്ട് ഉടമ്പടിയിലാണ്, ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ പാസ്സാകുമെന്നും ഉറപ്പൊന്നുമില്ല, പക്ഷേ എനിക്ക് മാതാവിൽ ഉറപ്പുണ്ട് എന്നും പറഞ്ഞ് ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതുന്ന ആ മനുഷ്യൻ എന്നെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. പിറ്റേ ദിവസമാണ് എനിക്ക് എക്സാം. നീ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്നിരിക്കുന്നു, ബുക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ മാനേജറിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗ്, ഞാൻ അറിയുന്നതല്ല, ആ വ്യക്തി എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനാ ഭയപ്പെടുന്നത്, ഞങ്ങൾ തരാമല്ലോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, ചേച്ചി ധൈര്യമായിട്ട് പറ, എൻ്റെ റിസ്കിൽ ഞാൻ എക്സാം എഴുതിക്കോളാം. ഞാൻ അപ്പോൾ തന്നെ ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ റിസ്കിൽ ഞാൻ എക്സാം എഴുതിക്കോളാം, തോറ്റുപോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ എക്സാമിന് എനിക്ക് 91% മാർക്ക് വന്ന് പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിച്ചു.
അങ്ങനെ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു ആദി എന്ന മകന് ഒരു 9 വയസ്സുകാരൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവന് ഭയങ്കര ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ ആയിരുന്നു, ഭയങ്കര ഛർദിയും. 9 ദിവസമായി അഡ്മിറ്റായി, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ മേലാതെ ആ കൊച്ചു കഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവരെന്നെ ഇങ്ങനെ വിളിച്ചു, ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റായത്, ഞാൻ ഇന്നെ എടുത്താമെന്ന് പറഞ്ഞു. അവരൊരു മുസ്ലിം സഹോദരരായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും കാശുരവും എടുത്ത് ഞാൻ പോയി. ഞാൻ ഈ കൊച്ചിൻ്റെ തലയിൽ വെച്ച് കാശുരവും വെച്ച് പ്രാർത്ഥിച്ചു. ഒരു നുള്ള് ഉപ്പ് അവൻ്റെ വായിലിട്ടു, ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ വെച്ചു. ആ കൊച്ച് അപ്പം തന്നെ ചിരിച്ചുകൊണ്ട് എന്നോട് പറയുക, നല്ല ഉപ്പ് എന്ന് ഇവൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കൊച്ചു സുഖമായിക്കോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് പേടിയായിരുന്നു അവിടെ പോകാൻ, കാരണം അവരൊത്തിരി പേർ അവിടെ ഉണ്ട്, നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരും. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അമ്മയെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ തന്നെയാണ് ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ. ആ ഡോക്ടർ പെട്ടെന്ന് പെട്ടെന്ന് വരികയാണ്. പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പം ആ ഡോക്ടർ പറയുകയാണ്, കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്, അവനെ ഇന്ന് നമുക്ക് 2 വാർഡിലോട്ട് മാറ്റാം. അവൻ ICUലായിരുന്നു, വാർഡിലോട്ട് മാറ്റാം, 2-3 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാമെന്ന്. എനിക്ക് പെട്ടെന്ന് അത്ഭുതമായിപ്പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞാനത് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ആ കൊച്ചിന് അന്ന് 9 ദിവസമായിട്ട് അവൻ നടന്നിട്ട് പോലുമില്ല. അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് നടന്നു. അവന് വായിക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, അവന് പാരൻ്റൽ ന്യൂട്രീഷനാണ് കൊടുത്തിരുന്നത്. അതവൻ വലിച്ചു പറിച്ച് കളഞ്ഞു. അന്ന് രാത്രിയിൽ അവൻ എണീറ്റ് നിന്നു. ആദ്യമായിട്ട് അവൻ ബാത്റൂമിൽ പോയി, ടോയ്ലറ്റിൽ പോയി, അല്ലെങ്കിൽ അവന് മോഷൻ പാസ് ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവനെ വാർഡിലോട്ട് ഡിസ്ചാർജായി. 3 ദിവസത്തിന് ശേഷം അവന് ഡിസ്ചാർജായി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഈ ഉടമ്പടി, ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിനുള്ളിലൊരു ഉടമ്പടി അനുഭവങ്ങൾ ഉടനടി എന്നുള്ള ഒരു വേർഡ് എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു. എൻ്റെ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് സുഖമാകുന്നതെന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു പനി വന്നു. പനി ഭയങ്കര ശക്തമായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു, വീട്ടിൽ വന്നു, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തലവേദന, മൈഗ്രെയിൻ പോലൊരു തലവേദന, നടുവേദന ഒക്കെ. അപ്പോൾ ഒരു ദിവസമായിട്ട് ഞാനങ്ങനെ ബെഡേലാണ്. പിറ്റേ ദിവസം വൈകുന്നേരമായിട്ടും തലവേദനയും പോകുന്നില്ല, നടുവേദനയും പോകുന്നില്ല, നല്ല പനിയുണ്ട്. ഞാൻ എണീറ്റ് ബെഡേലിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഉടമ്പടി തൈലം പുരട്ടി നോക്കിയാലോ എന്ന്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ആ ഉടമ്പടി തൈലം ഒന്ന് എടുത്തുകൊണ്ട് വരും. അവൻ ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വന്നു. ഞാൻ ആ കൈവിരൽ കൊണ്ട് നെറ്റിയേൽ ഒന്ന് വരച്ചതേ ഉള്ളൂ. ആ കഠിനമായിട്ടുണ്ടായിരുന്ന തലവേദന ആ നിമിഷം എനിക്ക് പോയി. അതുപോലെ തന്നെ ഞാൻ അപ്പം തന്നെ നടുവിലും വരച്ചു. ആ നടു അപ്പം തന്നെ മരച്ചു പോകുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പം തന്നെ ആ നടുവേദനയും പോയി. ആ നടുവേദനയും ആ തലവേദനയും പിന്നീട് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നീട് എനിക്ക് എന്നെ അസുഖമാണെന്ന് എന്തു പറഞ്ഞാലും എനിക്ക് ആ ഉടമ്പടി തൈലത്തിലും കാശുരത്തിലും ഒക്കെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്ന ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി പത്രം ഞാൻ ഞങ്ങളുടെ നാട്ടിലൊന്നും കൊടുത്തില്ല. എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ആദരവായിരുന്നു എനിക്ക് ഈ ഉടമ്പടി പത്രത്തിനോടും ഉടമ്പടി വസ്തുക്കളോടും. ഞാൻ വളരെ പ്രത്യേകമായി അത് പാക്ക് ചെയ്ത് ഞാൻ അബുദാബി കൊണ്ടുപോയി. അവിടെ ചെന്ന് എൻ്റെ ഹോസ്പിറ്റലിലുള്ളവർക്ക് മാത്രം ഞാൻ കൊടുത്തു. ഞാൻ തീരുമാനിച്ചു കൊടുക്കും, അങ്ങനെ ഞാൻ കൊടുക്കുകയുള്ളൂ. ഞാൻ ആദ്യത്തെ ദിവസം കുറച്ച് പേർക്കൊക്കെ കൊടുത്തു, പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നാലും എനിക്ക് അവിടെ നിന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ മാനേജർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ ഇസ്രായേലും പാലസ്തീനും ഒക്കെ ആയിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മതപരിവർത്തനമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവും, ചേച്ചിയുടെ ജോലി പോലും പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു, ജോലി പോയാൽ പോട്ടെ, ഞാൻ മാതാവിന് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ പത്രം മുഴുവൻ അവിടെ കൊടുത്തു. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. മാതാവിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്തു. ഞാൻ ഉടമ്പടി പത്രം കൊടുത്ത് എല്ലാവർക്കും വീണ്ടും കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് അവരെല്ലാം കാണും. അങ്ങനെ ഒരുപാട് പേർ അവിടുന്ന് ഇവിടെ വന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ ഞാനിവിടുന്ന് തമിഴ് പത്രം അവിടെ ഒന്ന് വരുന്നവരുടെ കയ്യിൽ പറഞ്ഞു വിട്ട് തമിഴ് പത്രം മേടിച്ച് തമിഴ് കമ്മ്യൂണിറ്റിയിൽ അവിടെ എല്ലാം കൊടുക്കും. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, അഖണ്ഡ ജപമാല കൂട്ടായ്മ. ആ അഖണ്ഡ ജപമാല കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു കാരണമുണ്ട്. ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് പറയാണ്, ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് പരിശുദ്ധാത്മാവ് ജപമാല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊത്തിക്കൊണ്ട് പോകുന്ന ഒരു ദർശനം കണ്ടുവെന്ന്. ഞാനിത് കേട്ടപാടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കൊന്തയിടുന്ന പോലെ എനിക്ക് തോന്നി.
അപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്നോട് തന്നെ ആരോ പറയുന്ന പോലെ തോന്നി. പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഈ ജപമാല ഗ്രൂപ്പൊന്നും തുടങ്ങാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ എന്ത് പറയും? ഞാൻ അന്നേരം അവോയ്ഡ് ചെയ്തു. കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഈ കൃപാസനം പത്രം കൊടുത്ത ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മോൾ എന്നോട് വിളിച്ച് പറയാണ്, ചേച്ചി നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ, ഇവിടെ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരാളിവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് തന്നെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അവൾ തിരിച്ചു വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൾ ഒരു ദിവസം കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പം അവൾ പറയാണ്, അവളോട് ആരോ പറയുന്നത് പോലെ എന്നോട് വന്ന് പറയണം അഖണ്ഡ ജപമാല ഗ്രൂപ്പ് ഇവിടെ തുടങ്ങണമെന്ന്. ഇത് 3 കേട്ടപ്പോഴത്തേനും എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അന്ന് തന്നെ ഗ്രൂപ്പ് തുടങ്ങി. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 10-15 ഓളം ആൾക്കാരുണ്ട്. വളരെ സജീവമായിട്ട് പോകുന്നു. ഞാൻ ആക്ച്വലി ഞങ്ങൾ അബുദാബിയിൽ നിന്ന് 5-ാം തീയതി വന്നതാണ്. അന്ന് ഞങ്ങളിവിടെ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് കൊച്ചിയിൽ വന്നിറങ്ങി. ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി റിന്യൂ ചെയ്ത് അഖണ്ഡ ജപമാല 1000 മണി ജപമാലയും വാങ്ങിച്ചാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. പക്ഷേ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളിപ്പോൾ വരത്തെ വെള്ളിയാഴ്ച തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ ഉറച്ച തീരുമാനത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ട്രെയിനിന് ഇവിടെ ഇപ്പം ഈ ഉച്ചയായപ്പോൾ എത്തിയതാണ്. അമ്മ മാതാവിന് 1000 കോടി നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതം മതിയാകില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും. എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ അനുഭവം, ആരോ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്നോട് ആരോ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആരോ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ചിന്ത എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിൽ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ വെറുതെ വായ ഓപ്പൺ ചെയ്യരുതെന്ന് എന്നോട് പറയും. പക്ഷേ എനിക്കത് അനുഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറയും, ഈ ഒരിടം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തന്നാണ്. ഞാൻ ഈ പ്രാവശ്യം റിന്യൂ ചെയ്ത് എൻ്റെ ഉടമ്പടി പത്രമൊക്കെ കൊടുത്തിടത്ത് ഒരുപാട് പേര് എന്നോട് തർക്കിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഈ കേരളത്തിൽ എത്രമാത്രം സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഉടമ്പടി പത്രം കൊടുക്കുമ്പോൾ എല്ലാവരും എന്നോട് തർക്കിക്കുകയാണ്. അപ്പം ഞാൻ ഓർക്കുക, അവിടെയൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ എത്രയോ ആദരവോടെയാണ് ആൾക്കാർ, ഭയങ്കര ദാഹത്തോടെയാണ് വാങ്ങിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലയിടത്തും ഞാൻ എൻ്റെ ഉടമ്പടി പത്രം കൊടുത്തപ്പോൾ ഇതൊക്കെ പല തട്ടിപ്പുകളാണ്, ഇവിടെ എന്നും എല്ലായിടത്തും മാതാവുണ്ട് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഞാനും ആദ്യം ഒരിക്കലും അങ്ങനെ വിചാരിച്ചതാണ്. ഞാൻ ഇന്ന് എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ എല്ലാം ഉള്ളങ്ങളെ മാതാവ് തുറക്കട്ടെ, ദൈവത്തെങ്കിലേക്ക് തുറക്കട്ടെ. ആ വലിയ നമ്മുടെ ആത്മാവിൻ്റെ വില എന്താണെന്ന് കാണിച്ചു തരാൻ ഈ ഒരിടം സഹായമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരിക്കലും തീരാത്തൊരു ദാഹം എല്ലാവരുടെ ഉള്ളിലും തീർക്കട്ടെ. ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ആത്മാവിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ജ്വലിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ ഒരിടത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്.